നമസ്കാരം. മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന തെന്നല ബാലകൃഷ്ണ പിള്ളയുടെ മൃതശരീരം ഇപ്പോൾ KPCC ആസ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. നിരവധി കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഇവിടെ നിലവിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തുള്ള നിരവധി പേരാണ് നിലവിൽ ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലെ മോഹമുക്തനായ നേതാവായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. 2001 UDFന് 100 മേനി വിജയം സമ്മാനിച്ച KPCC അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം. പദവി ഏറ്റെടുക്കാനും ഒഴിയാനും ആവശ്യപ്പെട്ടപ്പോൾ ഒരു അപശബ്ദവും ഉണ്ടാക്കാതെ കസേര ഒഴിഞ്ഞ പാരമ്പര്യമാണ് തെന്നലയുടേത്. ഉണ്ടായിരുന്ന 12 ഏക്കറിൽ മുഴുവൻ പാർട്ടിക്കായി വിറ്റു. തെന്നലയുടെ ജീവിതപാത പകർത്താൻ അത്ര എളുപ്പമല്ല എന്നതും നേതാക്കൾക്കിടയിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ജനം 100 മേനി വിജയം നൽകുകയും ചെയ്തിരുന്നു. 2021 തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആലോചിച്ചു വന്ന ധാരണയനുസരിച്ച് AK ആന്റണി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറെടുക്കുന്നു. UDFനെ 100 സീറ്റിന്റെ വിജയത്തിലേക്ക് നടത്തിച്ച KPCC അധ്യക്ഷൻ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ ചെരുപ്പ് ഏതാണ്ട് തേഞ്ഞ മട്ടായിരുന്നു അന്ന്. എന്തായാലും മെയ് 16 രാവിലെ പുതിയൊരു ചെരുപ്പ് വാങ്ങാൻ സെക്രട്ടേറിയറ്റിന് സമീപത്തെ കടയിൽ നിൽക്കുകയായിരുന്നു തെന്നല. ഒപ്പമുണ്ടായിരുന്ന പന്തളം സുധാകരൻ്റെ മൊബൈൽ ശബ്ദിച്ചു. അന്ന് അപൂർവം പേർക്ക് മാത്രം ഉണ്ടായിരുന്ന മൊബൈലിലെ സന്ദേശം പ്രസിദ്ധമായി എത്രയും വേഗം ഗസ്റ്റ് ഹൗസിലെത്താനായിരുന്നു. കേന്ദ്ര നിരീക്ഷകരായ ഗുലാം നബി ആസാദിനും മോട്ടിലാൽ വോറയ്ക്ക് തെന്നലയെ കാണണം എന്നതായിരുന്നു സന്ദേശം. പുതിയ ചെരുപ്പിട്ട ഗസ്റ്റ് ഹൗസിൽ എത്തുമ്പോൾ തെന്നലയെ കാത്തുനിന്നത് K മുരളീധരന് വേണ്ടി അധ്യക്ഷ പദവി ഒഴിയണം എന്ന ഹൈക്കമാൻഡ് സന്ദേശമായിരുന്നു. എന്തായാലും അതായത് പാർട്ടി ചില അവസരങ്ങളിൽ അദ്ദേഹത്തെ തള്ളിപ്പറയുകയും അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായപ്പോഴെല്ലാം തന്നെ അദ്ദേഹം വൈമുഖ്യം കാണിക്കാതെ പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച നേതാവായിരുന്നു അദ്ദേഹം. ഈ തെന്നല സാറിൻ്റെ വിയോഗത്തിൽ എന്താണ് പറയാൻ? ഈ തെന്നല ബാലകൃഷ്ണപിള്ള സാറിൻ്റെ വിയോഗം നമ്മുടെ പാർട്ടിയുടെ പാഴ്നിഴലില്ലാത്ത ഒരു പൂനിലാവിൻ്റെ അസ്തമനമാണ്. പാർട്ടിയുടെ എല്ലാ പ്രതിസന്ധികളിലും വൈഷമ്യങ്ങളിലും പാർട്ടി ഗുരുതരമായ വെല്ലുവിളികൾ നേരിടുന്ന കാലയളവിലെല്ലാം ആ മഹനീയ സാന്നിധ്യം കൊണ്ട് അത് പരിഹരിക്കാൻ ഒരു നിഷ്കാമ യോഗിയെപ്പോലെ, ഒരു നിസ്വാർത്ഥ സേവകനെ പോലെ പാർട്ടിയിൽ എക്കാലവും സമാധാനത്തിൻ്റെ ഒരു വെള്ളരി പ്രാവിനെ പോലെ ഓടിയെത്തിയ ഒരു മഹാപ്രതിഭയാണ് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള സാർ. അദ്ദേഹത്തിൻ്റെ അഭാവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മാത്രമല്ല, കേരളത്തിലെ പൊതുജീവിതത്തിനാകമാനം ഒരു വലിയ നഷ്ടമാണ്. അദ്ദേഹം പൊതുപ്രവർത്തകർക്ക് എക്കാലവും ഏതു പ്രതിസന്ധികളിലും റെഫർ ചെയ്യാൻ കഴിയുന്ന ഒരു പാഠപുസ്തകമാണ് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള സാർ. അദ്ദേഹവുമായുള്ള വ്യക്തിബന്ധം എങ്ങനെയായിരുന്നു? അദ്ദേഹവുമായിട്ടുള്ള വ്യക്തിബന്ധവും ആരാധനയും അനിർവചനീയമാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഒരു മാസ്മരികമായ പ്രചോദനമാണ് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള സാർ. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.